ഇങ്ങനെ ഇരുന്ന ടേബിളിനെ ഞാൻ ദേ ഇങ്ങനൊന്ന് മാറ്റാൻ പോവാ. വെൽക്കം ടു ഇങ്ക് ആൻഡ് ത്രെഡ്. ആഹാ, ഇതിനകത്തൊന്നും ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് പാടുപെടും. ഇതിനകത്ത് തെളിയുന്നതിനെക്കാട്ടി തെളിയാത്ത പേനകളാണ് ഗൈസ് കൂടുതൽ. ഞാനിവിടെ കഷ്ടപ്പെട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നത് തെളിയാത്ത പേനകളെയാണ്. ഉപയോഗിക്കുന്ന ആണേലും ഉപയോഗിക്കാത്ത ആണേലും എനിക്ക് സാധനങ്ങൾ കളയാന്ന് പറയുമ്പോൾ എന്തോ ഒരു വിഷമമാണ്. ചുമ്മാ ഉപയോഗിക്കത്തില്ലേലും എല്ലാം ഞാൻ സൂക്ഷിച്ചു വെക്കും. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ഉപയോഗിക്കുന്നതിനെ ഉപയോഗിക്കാത്തതിനെ എല്ലാം തരം തിരിച്ച് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയത്തെ എൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് കുറച്ച് വൈറ്റ് ബോർഡ് മാർക്കേഴ്സ് ഉണ്ട്, അത് മാറ്റുക എന്നുള്ളതാണ്. അത് ഞാൻ പണ്ട് ട്യൂഷൻ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം. ഈ പറഞ്ഞ പോലെ എങ്ങനെ ഇതൊക്കെ കളയുക, എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലോ എന്ന് വെച്ച് സൂക്ഷിച്ചു വെക്കുന്ന സാധനങ്ങൾ. ഇതാണ് എൻ്റെ കളക്ഷൻസ് ഗൈസ്. ഈ പെയിൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഗെയിം ഓഫ് ത്രോൺസിൽ ആര്യ സ്റ്റാർക്ക് കുത്തിയ കത്തി ഓർമ്മ വരും. പിന്നെ ഇത് നമ്മുടെ തോക്ക്, ഇത് പേന, കത്തി ഷോ, അങ്ങനത്തെ. എനിക്ക് ഉത്സവപ്പറമ്പിൽ പോയി കഴിഞ്ഞാൽ വളയം മാലയൊന്നും അല്ല, ഈ മാതിരി സാധനങ്ങൾ വാങ്ങാനാണ് എൻ്റെ കൗതുകം മുഴുവൻ. ഈ മേശപ്പുറത്തിരിക്കുന്ന സാധനം എല്ലാം കൂടെ ഞാൻ എവിടെ കൊണ്ട് വെക്കും? അതാണ് എൻ്റെ അടുത്ത പ്രശ്നം. ഇതൊക്കെ ഞാൻ ഏതിനകത്തിടും? ഈ കറുത്ത ബോക്സ് എനിക്ക് പണ്ട് ഏതോ ഒരു സാധനം വാങ്ങിയപ്പോൾ കിട്ടിയതാണ്. കൂടുതൽ മേക്ക് ഓവറിനൊന്നും ഞാൻ പോയിട്ടില്ല, അത് അതുപോലെ തന്നെ ഉപയോഗിക്കുക. ഇതെന്റെ ക്രയോൺസ്, ഏത് കാലത്തെയാണോ എന്തോ കണ്ടോ, അതിനകത്ത് മുഴുവൻ പൊടിയാണ്. കളയാതെ വെച്ചേക്കോ, സൂക്ഷിച്ചു വെച്ചേക്കോ ഞാൻ. ഇത് പിന്നെ ഫാൻ അറിയാലോ, ഇത് ഉത്സവപ്പറമ്പിൽ നിന്ന് കിട്ടിയതാ. പക്ഷെ എൻ്റെ കസിനെ നശിപ്പിച്ചു. ഇപ്പൊ ഇങ്ങനെ വർക്ക് ചെയ്യത്തുള്ളൂ. അടുത്ത് എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പെൻ ഹോൾഡറാണ്. ഇതെനിക്ക് പണ്ട് ഗിഫ്റ്റ് കിട്ടിയത്. അതിൻ്റെ നടുക്കൊരു അവർ ഗ്ലാസ് ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ഇത് പഴയ സാധനമാണ്, പക്ഷെ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കുക. പിന്നെ ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫ്ലവർ വൈസ് ബൊക്ക, അതിൻ്റെ താഴ്ഭാഗം മറഞ്ഞിരിക്കുന്നതുകൊണ്ട് അതിപ്പോൾ കാണാൻ ഒരു മേനയുണ്ട്. ഇത് ഞാൻ ലുലുമാളിൽ എന്തോ കഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയ സാധനമാണ്. എനിക്ക് ആ ടിമ്മി ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയിരുന്നു. അതിനകത്ത് ഏതായാലും എല്ലാം കൂടെ കുത്തി തിരികെ വെച്ച് ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം ഒരു വിധത്തിൽ ഇപ്പോൾ ഒതുക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ സാധനങ്ങളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ആ ടേബിളിന്റെ മുകളിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത ടാസ്ക്. ആ ഇട്ട തുണി ഒന്ന് മര്യാദക്കെല്ലാം വിരിച്ചിട്ട് ഞാൻ ഓരോന്നായിട്ട് എടുത്ത് വെക്കാൻ തുടങ്ങി. അങ്ങനെ അടുക്കി എനിക്ക് വേറൊരു സാധനം കിട്ടി. ഇതെന്നെ ഹോളിൽ ഇരുന്ന ഞാൻ ഇങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോരുന്നു. പിന്നീട് നിങ്ങളുടെ എല്ലാ ഫേവറേറ്റ് മൂൺ ലാമ്പ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് ചോദിച്ചൊരു സാധനം ഈ മൂൺ ലാമ്പ് എവിടുന്നാന്ന് മാത്രമാണ്. ശരിക്കും എനിക്കത് ഗിഫ്റ്റ് കിട്ടിയതാണ്, പക്ഷെ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ വേറൊരു സാധനം കാണിക്കാം. ഇതെന്റെ പടം എൻ്റെ റൂമിലെ കുട്ടി വരച്ചതാണ്. നന്ദ എന്നാണ് അവളുടെ പേര്. എനിക്ക് പടം ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ ഫ്രെയിം ആക്കി വെച്ചേക്കാത്. അപ്പൊ എന്റെ ടേബിൾ എല്ലാം അടുക്കി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.